നമസ്കാരം. ഏവിയേട്ടൻ്റെ പുതിയ ടിപ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോകളായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയിൽ എല്ലാം തന്നെ ഏവിയേറ്റർ എങ്ങനെ ഗെയിം കളിക്കണം, അതിൻ്റെ കുറച്ച് ടിപ്സും മറ്റു കാര്യങ്ങളാണ് നമ്മൾ പറയാം. ഒരു ചായ കുടിക്കുന്ന പോലെ സിമ്പിളാണ് നമുക്ക് ഏവിയേറ്റർ കളിക്കാൻ തന്നെ. ഇപ്പോൾ ലാസ്റ്റ് റീസെൻ്റായിട്ട് നടന്ന അപ്ഡേഷനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ചില നമ്പേഴ്സ് വരുമ്പോൾ നിങ്ങളുടെ ഗ്രാഫുകളിൽ വളരെയധികം വേരിയേഷൻ വരുന്നതായിട്ട്. ലൈക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ തന്നെ നമ്പർ 5 എന്ന് പറയുന്ന ഗ്രാഫിൽ നമ്മൾ 5 എന്നുള്ള നമ്പർ കാണുന്നുണ്ടെങ്കിൽ അതിന് നിയർബായിട്ട് വലിയ സംഭവവികാസങ്ങൾ നടക്കും നിങ്ങളുടെ ഗ്രാഫിൽ. സോ ആ സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കെയർഫുള്ളായിട്ട് മാത്രം കളിക്കുക. കാരണം 5 വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ 8 നിലയിൽ പൊട്ടാനുള്ള ഗ്രാഫായിരിക്കും അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുക. അതുകൊണ്ട് ആ നമ്പർ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് മാത്രം കളിക്കുക. അതിനോട് ചേർന്നിട്ട് ഇപ്പോൾ വയ്ക്കാതിരിക്കുക എന്നുള്ളതാണ്. ഈ പറയുന്നതൊന്നും എല്ലാ കാലത്തേക്കുള്ള ടിപ്സൊന്നുമല്ല, ഇത് കാലാകാലം അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അതിനകത്ത് കുറച്ച് നമ്പേഴ്സ് മാത്രമാണ് സ്ഥിരമായിട്ട് സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുന്ന നമ്പേഴ്സ് ഉള്ളത് ഗ്രാഫിൽ. ബാക്കിയെല്ലാം തന്നെ കാഷ്വലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ എൻ്റെ ഗ്രൂപ്പിലുള്ളവർ തന്നെ പലപ്പോഴും പറയുന്നുണ്ട്, ഒന്ന് ഞാൻ അന്നിട്ടിരുന്ന സിഗ്നൽ അല്ലെങ്കിൽ ടിപ്സിൽ കുറച്ചെണ്ണം മാത്രമേ കിട്ടുന്നുള്ളൂ, കിട്ടാനുള്ളതിൻ്റെ അല്ല കുറച്ചെണ്ണം മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് പറയുന്നതിൻ്റെ കാര്യത്തിലാണ്. ബാക്കിയുള്ളതെല്ലാം പുതിയ പുതിയ അപ്ഡേഷനിൽ ചേഞ്ച് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, നിങ്ങൾ ഇമോഷനെ ഒന്ന് കൺട്രോൾ ചെയ്യുക. നിങ്ങൾ ഗെയിം കളിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഇമോഷനിൽ അടിപ്പെടാതെ കളിക്കുക. ഇല്ലെങ്കിൽ വീണ്ടും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം. ഇനി ഞാൻ നിങ്ങളുടെ ബേസിക് ഫണ്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതൊന്ന് ഓർത്ത് വെക്കുക. കണ്ടിട്ടില്ലാത്തവർ കഴിഞ്ഞ വീഡിയോ ഒന്ന് കണ്ടു വെക്കുക. പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിടുന്ന ഫണ്ട് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള, നമുക്ക് ഒന്ന് രണ്ട് ഒരു 4 റൗണ്ട് പൊട്ടിയാൽ പോലും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫണ്ട് മാനേജ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക. ആ ഫണ്ട് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, അതിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ വീക്കിലെടുത്ത ട്രെയിനിങ് സെഷനിൽ ഇരുന്നവർക്ക് കാണാൻ പറ്റും, ഞാൻ ഓൺ ലൈവിലിരുന്നിട്ട് ഒരു 100x പിടിച്ച് അവരെ കാണിച്ചു കൊടുത്തിരുന്നു. മീൻസ് 100x എടുത്തു, ഉടനെ തന്നെ ഞാനത് വിഡ്രോ ചെയ്ത് കാണിക്കുകയും ചെയ്തു. ഓൾമോസ്റ്റ് 10K എമൗണ്ടാണ് 100ൽ നിന്ന് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ കളിക്കുമ്പോൾ ശ്രദ്ധിച്ച് മാത്രം കളിക്കുക. പിന്നെ മറ്റുള്ളവർ പറയുന്ന എല്ലാം പൂർണ്ണമായിട്ടും അന്ധമായിട്ടും എടുക്കാതെ സ്വന്തമായിട്ടുള്ളൊരു ഡിസിഷനും കൂടി അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യുക. ഇതൊരിക്കലും 100% ഒന്നും നടക്കുന്ന ഗെയിമൊന്നുമല്ല, അല്ലെങ്കിൽ ഒരു സൈറ്റൊന്നുമല്ല. അതിൻ്റെ അകത്ത് വേരിയേഷൻസ് ഉണ്ടാകും. അതിന് നമ്മൾ ബോധപൂർവം എടുക്കുക. പിന്നെ ഒരിക്കലും കടം വാങ്ങിയൊന്നും കൊണ്ടുവന്ന് കളിക്കാനിരിക്കരുത്. വലിയ പാടായിരിക്കും പിന്നീട്. കാരണം അതിൽ നിന്ന് കവർ ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ചധികം സമയം എടുക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക, ഗെയിമിലേക്ക് ഇറങ്ങിയാൽ മതി. ഒറ്റയടിക്ക് ഒറ്റ രാത്രി കൊണ്ട് ലക്ഷപ്രഭു ആകാമെന്നുള്ള ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ വെറുതെയാണ്. 4 മടക്കി എവിടെയെങ്കിലും കൊണ്ട് വെച്ചേക്കുക, ഒരു കാര്യമില്ല. സ്ലോ ആൻഡ് സ്റ്റഡി വിന്നാണ്. ഇവിടെ സ്ലോ ആയിട്ട് കളിക്കുക, സ്റ്റഡി ആയിട്ട് കളിക്കുക, വിൻ ചെയ്യുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ നമ്പർ മറക്കേണ്ട, നിങ്ങളുടെ ഗ്രാഫിൽ 5 എന്ന് പറയുന്ന നമ്പർ വരുന്നുണ്ടെങ്കിൽ ബി കെയർഫുൾ, ഓൾവേസ് ബി കെയർഫുൾ. ഓക്കെ, പുതിയ ടിപ്സും പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.